ഒരു ജേർണലിസം ഫീൽഡിൽ നിന്ന് ഇപ്പോൾ ഒരു ആർട്ട് ഫീൽഡിലോട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എനിക്ക്? ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം. ഡയറക്ടർ മാക്സിമം പ്രഷർ കുറച്ച് കൊടുത്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും, പ്രൊഡ്യൂസർക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞ ബജറ്റിൽ ഇത് തീർത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പേഴ്സണലി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുക എന്നുള്ളതും ടാസ്ക്കാണ്. സമീർക്കയും ഷൈജുക്കൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരുന്നു. ഒരു കോടിക്കണക്കിന് ഉറുപ്പ്യ വരേണ്ട ഒരു സെറ്റ് 5 പൈസ ചെലവാക്കാതെ ഒരു റിയൽ സെറ്റിനകത്ത് പോയി ഹാഫ് ടൈമിൻ്റെ അകത്തും മാച്ച് തുടങ്ങുന്നതിന് മുന്നേ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് മൾട്ടിപ്പിൾ ക്യാമറ വെച്ചിട്ടാണ് സാധനം അവർ ടാക്കിൾ ചെയ്തത്. ഒരു മഴ പെയ്താൽ ഇന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോൾ ഒരു ആർട്ട് ഡയറക്ടർക്കാണ്. ആർട്ടിസ്റ്റിന്റെ എങ്കിൽ ആർട്ട് ഡയറക്ടർക്കാണ് ഒരു കോൾ. ഇതിലൊക്കെ നമ്മളൊരു പ്രോപ്പർട്ടി പോലും പർച്ചേസ് ചെയ്യുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്തിട്ടില്ല. അത് മുഴുവൻ ഇയാളൊരു യുണീക്ക് സ്റ്റൈൽ ഓഫ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദി സെറ്റ്സ്, സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയിലെ സെറ്റ് എങ്ങനെയാണെന്നോ സിനിമ എങ്ങനെ വർക്ക് ആകുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ആനന്ദം ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഇതായിരിക്കും. ദ വേ വി അപ്രോച്ച് തിങ്സ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ സ്ക്രാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹ്യൂജ് സെറ്റ് വരെ പണിതിട്ടുണ്ടായിരുന്നു. എന്ന് സ്വന്തം പുണ്യാളെല്ലാം പള്ളി നമ്മൾ ആ സ്ക്രാപ്പ് ഉപയോഗിച്ചാണ് പണിതത്. ബീങ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ളതും ബീങ് എൻ ആർട്ട് ഡയറക്ടർ എന്നുള്ളതും വേറെ തന്നെയാണ്. കുറെ കൂടെ ടെക്നിക്കലി കൺസ്ട്രൈൻ ആണ് ആർട്ട് ഡയറക്ടർ ആകുക എന്നുള്ളത്. കാരണം ഒരു സെറ്റ് തന്നെ വേറെ സിനിമയുടെ സെറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിലൊരു ഐഡിയ. സിനിമാ പ്രാന്തൽ നിന്ന് കൂടെ ഉള്ളത് അനീസ് നാടോടിയാണ്. വെൽക്കം ടു സിനിമാ പ്രാന്തൽ. താങ്ക് യു സോ മച്ച്. ഒരു ജേർണലിസം ഫീൽഡിൽ നിന്ന് ഇപ്പോൾ ഒരു ആർട്ട് ഫീൽഡിലോട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് അത് ചോദിച്ചായിരുന്നു തുടങ്ങാം. ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം. ആ ഒരു യാത്രയിലായിരിക്കണം ഈ ആർട്ട്, അപ്ലൈഡ് ആർട്ട്, സെറ്റ് ഡിസൈനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ. സോ ജേർണലിസം പഠിക്കുന്ന സമയത്തുള്ള പ്രൊജക്റ്റ് ഫിലിംസ്, കോമ്പറ്റീഷൻ, തിയേറ്ററുകൾ, സോൺ ഫെസ്റ്റിവലുകളൊക്കെ ഈ തമിഴ് ഭേദം തൊമ്മൻ എന്നുള്ളതുകൊണ്ട് എല്ലാം എനിക്കാണ് അവസരം കിട്ടിയത്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ അവസരം കിട്ടി എനിക്ക്. കുറച്ച് കഴിഞ്ഞ് സിനിമയിലേക്കൊരു ചാൻസ് നോക്കാൻ ബേസിക്കലി അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഡ്യൂറിങ് ദ കോഴ്സ് ആക്ച്വലി നമുക്കൊരു 10-20ഓളം ഷോർട്ട് ഫിലിംസ് ഉണ്ടാവുമായിരുന്നു ഒരു കൊല്ലം. ദലിതത്തിൻ്റെ ആർട്ട് ഞാനാണ് ചെയ്തത്. ഒരു 10-15ഓളം മത്സര നാടകങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇതിൻ്റെ ആർട്ട് ഞാനാണ് ചെയ്തത്. കോളേജിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇത് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പം സ്വാഭാവികമായിട്ട് ഇത് മുഴുവൻ എനിക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാനോ പറ്റില്ല. ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് ഡൂയിങ് ദിസ് ആർട്ട് സൈഡ് ആൻഡ് എവറിത്തിങ്. സോ അത് തന്നെ ആയിരിക്കണം ജേർണലിസത്തിൽ നിന്ന് ആർട്ടിലേക്കുള്ളൊരു ചെയ്യാറുണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. അപ്പോൾ ഉമ്മ എനിക്ക് തെർമോക്കോളൊക്കെ മേടിച്ചിട്ടായിരുന്നു. ഈ നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോൾ തെർമോക്കോള് സൈഡിൽ കിട്ടുമല്ലോ. ഇതൊക്കെ വെച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ ഉമ്മ എനിക്ക് തെർമോക്കോൾ മേടിച്ചു തരാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് ബർത്ത്ഡേ എന്ന ഗിഫ്റ്റ് കൊടുക്കും. ഈ LED ബൾബും ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആർട്ട് വീട്ടിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവർക്കും വീട് മാത്രം ഉണ്ടാക്കി കൊടുക്കും, കളറുകളൊക്കെ മാറ്റിയിട്ട്. അങ്ങനെ ക്യാമ്പസാണ് ബേസിക്കലി ആർട്ട് ഡയറക്ടർ ആക്കിയത്. ജേർണലിസ്റ്റ് ആകാൻ വേണ്ടി ക്യാമ്പസിലെത്തി, ക്യാമ്പസിൽ നിന്ന് ആർട്ട് ഡയറക്ടറായിട്ട് പുറത്തിറങ്ങി. ഈ ആർട്ടിനോടുള്ള ഒരു പാഷൻ ശരിക്കും ഈ ചെറുപ്പത്തിൽ വെറുതെ ഇങ്ങനെ ഒരു ഹോബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു? വീട്ടിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. വീടിൻ്റെ മെയിൻ ഡോറുണ്ട്, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്യാൻവാസ്. അപ്പോൾ അതിൽ ചോക്ക് വെച്ചിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ മായ്ച്ച് കളയാമല്ലോ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വരുന്നതിന് മുന്നേ ഇത് മായ്ച്ച് കളയാൻ വേണം. പുള്ളി പള്ളിയിൽ പോകുന്നതിന് ഇടയ്ക്കായിരിക്കും ചിത്രം വരയ്ക്കാൻ. അപ്പം ഉമ്മ ഒന്നിനും നിന്നില്ല, ഒരു വിലങ്ങ് നിന്നില്ല. എല്ലായിടത്തും വരയ്ക്കാൻ പറ്റുമായിരുന്നു, എന്തെടുത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ സിമെന്റ് പണിക്കാരുടെ ചട്ടകം മേടിച്ചു തന്നത്, കത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുമ്മ മേടിച്ചു തന്നു. ഞാൻ ഈ പത്തിരി ചുടുന്ന ചട്ടകം കൊണ്ടിട്ട് പണിയെടുക്കും. സിമെന്റിലല്ല, മറ്റേ പൂഴിയില്ലേ, നനഞ്ഞ പൂഴിയിൽ നമുക്കിങ്ങനെ സ്കൾപ്ചർ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അത് കണ്ടിട്ട് പത്തിരി ചുടാൻ നോക്കിയിട്ട് ചട്ടകം കാണാതെ വന്നപ്പോൾ ഉമ്മ എനിക്ക് പഴയ ചട്ടകം മേടിച്ചു തന്നു അയൽവാസിയുടെ കയ്യിൽ നിന്ന്. അയാളൊരു മേസനായിരുന്നു. ഉമ്മ ഓൾവേസ് വിത്ത് അസ് എല്ലാ കാര്യത്തിലും. ഇപ്പം അനിയന്മാരുടെ കാര്യത്തിലാണെങ്കിലും
വി എക്സ്പ്ലോർ പുള്ളിക്കാരി എന്നെ കൂടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഇത് കിട്ടും. എല്ലാ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എത്തിച്ചിരുന്നതുകൊണ്ടും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതുകൊണ്ടും വിട്ടുപോയില്ല. എൻ്റെ പല സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു കണക്ഷൻ വിട്ടുപോയെന്ന്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വീട്ടിലും, അത് സാമ്പത്തികമാകാം, അതല്ലെങ്കിൽ ആൾക്കാരുടെ മരുടൻ സ്വഭാവം കാരണമായിരിക്കാം, അവർക്ക് അതിനൊരു കണക്ഷൻ വിട്ടുപോയി. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഇവരിത് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നത്. ബട്ട് എൻ്റെ കാര്യത്തിൽ എനിക്കത് സംഭവിച്ചില്ല. എനിക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റി. എന്തൊക്കെ ചെയ്യാൻ പോയാലും തിരിച്ച് ആർട്ട് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം ജേർണലിസം പഠിക്കാൻ പോയാലും നാടകം ചെയ്യാൻ പോയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർട്ട് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് വീട്ടിലുണ്ടായിരുന്നു. സിനിമയിലേക്ക് ഇറങ്ങിയപ്പോഴും അത് ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ബാക്കി കുടുംബക്കാരൊക്കെ എതിർത്തപ്പോഴും ഉമ്മ ഉപ്പ വാസ് ഹാപ്പി വിത്ത് മീ. ബിക്കോസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ആണെന്ന് അവർക്ക് അറിയായിരുന്നു. ഇപ്പം കുറേ സിനിമകളിലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നു. അപ്പം ആർട്ട് എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ല. നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റണം എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് എപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ആർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു നല്ല ചോദ്യം. ആക്ച്വലി ബീങ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ളതും ബീങ് എൻ ആർട്ട് ഡയറക്ടർ എന്നുള്ളതും വേറെ തന്നെയാണ്. കുറെ കൂടെ ടെക്നിക്കലി കൺസ്ട്രൈൻ ആണ് ആർട്ട് ഡയറക്ടർ ആകുക എന്നുള്ളത്. കാരണം ഒരേ സമയം ക്രിയേറ്റീവ് ഏരിയയിൽ ഡയറക്ടർക്കും DOPക്കും റൈറ്റർക്കും വേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേസമയം നമ്മളൊരു സിഗ്നേച്ചർ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതിനൊക്കെ കൂടെ തന്നെ പ്രൊഡ്യൂസറെ ബജറ്റ് വൈസ് പ്രൊഡ്യൂസർക്ക് കൺവിൻസിങ് ആവണം. ഡെയിലി ഈ ഒരു എൻകൗണ്ടർ നടക്കാറുണ്ട് സിനിമ സെറ്റുകളിൽ. ഒരേ സമയം ഒരു വിഷയത്തിൽ ബജറ്റിൻ്റെ കാര്യത്തിലെ ഡിസ്കഷൻ, അതേസമയം റൈറ്ററുമായിട്ട് ഇതിൻ്റെ ഒരു ക്യാൻവാസിൻ്റെ സൈസും ഇതിൻ്റെ ഒരു ലാംഗ്വേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഡിസ്കഷൻ നടക്കും. DOP ആയിട്ട് ഇതിൻ്റെ ഒരു സ്കെയിലിൻ്റെ കാര്യത്തിൽ ഡിസ്കഷൻ നടക്കും. ഡയറക്ടറുമായിട്ട് ഇതെല്ലാം സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഡയറക്ടർ മാക്സിമം പ്രഷർ കുറച്ച് കൊടുത്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും, പ്രൊഡ്യൂസർക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞ ബജറ്റിൽ ഇത് തീർത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പേഴ്സണലി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുക എന്നുള്ളതും ടാസ്ക്കാണ്. അതിൻ്റെ അപ്പുറം വേറൊരു പേഴ്സണലി ഞാൻ ഒരു ആർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു ഇവൻ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഒരു ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും കൺസ്ട്രെയിൻ ഇല്ല, ഇത്രയും റെസ്ട്രിക്ഷൻ ഇല്ല. സിനിമയ്ക്കകത്ത് വരുമ്പം ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നതിൻ്റെ അപ്പുറത്തേക്ക് കുറെ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്രിയേറ്റീവ് ട്രബിൾ ഷൂട്ടറാണ് ആർട്ട് ഡയറക്ടർ. കുറെ കൂടെ ഓൺ ടൈം ഒബ്സ്റ്റക്കിൾസിനെ മാനേജ് ചെയ്യുക, ഷൂട്ട് സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുക. ഒരു മഴ പെയ്താൽ, ഇന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോൾ ഒരു ആർട്ട് ഡയറക്ടർക്കാണ്. ആർട്ടിസ്റ്റിൻ്റെ എങ്കിൽ ആർട്ട് ഡയറക്ടർക്കാണ് ഒരു കോൾ. നമ്മുടെ കയ്യിൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പം അനീസിന് ബസ് സ്റ്റോപ്പ് ഇടാനാണോ എളുപ്പം, ബാർ ഇടാനാണോ എളുപ്പം, പോലീസ് സ്റ്റേഷൻ ഇടാനാണോ എളുപ്പം എന്നായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിലൊരു ചലഞ്ചിങ്. എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. ഇപ്പോൾ നമുക്കൊരു 10 ദിവസം കൊണ്ട് സെറ്റ് ഇടുന്നതും 2 ദിവസം കൊണ്ട് സെറ്റ് ഇട്ട് കാണിക്കുക എന്നുള്ളതും നമ്മൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഐ ലൈക്ക് ചാലഞ്ചസും ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ടും ആ ചാലഞ്ചസിനുള്ളൊരു അപ്രീസിയേഷനൊക്കെ കിട്ടുമല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് കണ്ടിട്ട് ആൾക്കാരിങ്ങനെ വാവ് നല്ല നിൽക്കും. ബട്ട് ഐ ലൈക്ക് ദാറ്റ് മൈ ടീം ആൻഡ് മീ ആ ഒരു അപ്രിസിയേഷൻ ഭയങ്കര ഫ്യൂവൽ ചെയ്യും. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. 2 ദിവസം കൊണ്ടൊക്കെ ഒരു സാധനം 5 ദിവസം കൊണ്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് സെറ്റ് ആയിരിക്കാം. 2 ദിവസം കൊണ്ട് അത് ഇടണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടീം മെമ്പേഴ്സിനൊക്കെ മുറുമുറുപ്പുണ്ടാകും. എന്നാൽ പോലും നമ്മൾ ഏറ്റെടുക്കും. കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കും. പല സമയത്തും പ്രശ്നക്കാരുണ്ട്. പക്ഷെ ഇങ്ങനൊരു രസമുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു ട്രബിൾ ഷൂട്ടിംഗ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് പലപ്പോഴും ഇതിൻ്റെ അകത്ത് ക്രിയേറ്റീവ് സൈഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. രസമാണത്. ഇപ്പം സുഡാനി ഫസ്റ്റ് മൂവി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പം ഡയറക്ടർ, പ്രൊഡ്യൂസർ, DOP അതിൽ കുറച്ചും കൂടെ എനിക്ക് ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കില്ലേ? അതിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം അതേപടിയൊക്കെ നടന്നിരുന്നോ?
അല്ല അത് ആക്ച്വലി ചില പ്രൊജക്റ്റുകൾ അങ്ങനെയാണ്. ഇപ്പം സുഡാനി ഫ്രം നൈജീരിയ, എനിക്ക് തോന്നുന്നു അതിനുശേഷം നമ്മൾ ചെയ്തൊരു സിനിമ ആട്ടമാണ്. സുഡാനിക്ക് ശേഷം ആ ഒരു പെർസ്പെക്റ്റീവിൽ ചെയ്ത സിനിമ. അതായത് സിനിമയുടെ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, എന്നാൽ ബജറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് ഇത്ര ബജറ്റ് ഉണ്ട് എന്നുള്ളതല്ല, വി ഡോണ്ട് ഹാവ് ബജറ്റ്. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ സുഡാനി ഈസ് ലൈക്ക് സമീർക്കയും ഷൈജുക്കയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരുന്നു. അത് തന്നെ അവരുടെ ധൈര്യം. എല്ലാവരും പുതുമുഖങ്ങളാണ്, ടെക്നീഷ്യന്മാരടക്കം വളരെ കുറച്ച് പേര് എക്സ്പീരിയൻസ്ഡ് മനുഷ്യന്മാരുണ്ട്. എൻ്റെയൊക്കെ ഫസ്റ്റ് സിനിമയാണ് സുഡാനി. ദേ സിംപ്ലി ട്രസ്റ്റ് പീപ്പിൾ. ഓക്കെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവരങ്ങോട്ട് ആൾക്കാരെ അങ്ങോട്ട് നമ്പി ചെയ്ത സിനിമയാണത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തിണ്ണബലമുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും മാക്സിമം പ്രോപ്സ് എല്ലാം നമ്മൾ വീടുകളിൽ പോയി സോഴ്സ് ചെയ്യുകയും, ഏറ്റവും മേജർ സെറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഫുട്ബോൾ ഗാലറി ആയിരുന്നു. അപ്പം കേരളത്തിൽ സയൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആദ്യം തുടങ്ങുന്നത് ഒതുക്കുങ്ങലാണ്, കോട്ടക്കൽ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വലിയ ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റ് തുടങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അത് ഡിസൈൻ ചെയ്തെല്ലാം സെമീർക്കൻ ഷൈജുക്കാണ്. ഞാൻ ലൈഫിൽ എൻകൗണ്ടർ ചെയ്ത ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് അവരാണ്. ദ വേ ദേ ഡിസൈൻ ദ പ്രൊഡക്ഷൻ ഈസ് അമേസിങ്. കാരണം ഒരു ഓൺഗോയിങ് ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്ക് ആ ടൂർണമെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് പോലും അവർക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നിട്ടില്ല സംഘാടകർക്ക്. പക്ഷെ നമ്മൾ വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് മാച്ച് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോടിക്കണക്കിന് ഉറുപ്പിക വരേണ്ട ഒരു സെറ്റ് 5 പൈസ ചിലവാക്കാതെ ഒരു റിയൽ സെറ്റിൻ്റെ അകത്ത് പോയി ഹാഫ് ടൈമിൻ്റെ അകത്തും മാച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് മൾട്ടിപ്പിൾ ക്യാമറ വെച്ചിട്ടാണ് സാധനം അവർ ടാക്കിൾ ചെയ്തത്. അപ്പം ആ ഒരു അപ്രോച്ച് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് പ്രൊഡക്ഷനിൽ നമ്മൾ വീടുകൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ക്ലബ്ബ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും, വീട് ഞാൻ ഷൂട്ട് ചെയ്തതൊരു മലപ്പുറം മേഖലയിലൊക്കെ കുറേ ഫാമിലി ഗൾഫിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അടച്ചിട്ട് 2-3 വീടുകളിൽ നിന്നാണ് ഞാൻ പ്രോപ്പർട്ടി റിസോഴ്സ് ചെയ്തത്. ക്ലബ്ബ് സെറ്റ് ചെയ്തത് ഒരു 3-4 ക്ലബ്ബുകാരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് അവരുടെ ഒറിജിനൽ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ക്ലബ്ബ് സെറ്റ് ചെയ്തത്. പിന്നീട് ഒരിക്കലും അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്, പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ കുറേ, എല്ലാത്തിനും ആളുകൾ അതിന് അസൈൻഡ് ആണ്. പക്ഷേ സുഡാനി അങ്ങനെ ആയിരുന്നില്ല. സുഡാനിയെ കുറിച്ച് ഇപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടത് ഒരു നിലക്കുറഞ്ഞാണ് എന്നുള്ളത്. 12 കൊല്ലം കൂടുമ്പം അങ്ങനെ അത്തരം ഒരു എഫേർട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വരികയും ഭയങ്കര രസകരമായി ചെയ്തൊരു സിനിമയാണത്. ആട്ടവും അതുപോലെ തന്നെ. ആട്ടം എന്നെ വിളിച്ചത് വിനയാണ്. വിനയ് ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നു, സിനിമ നല്ല സിനിമയാണ്, നടന്നേ പറ്റൂ. സോ അനീസ് സ്ക്രിപ്റ്റ് വായിക്കി, എന്നിട്ട് ഇത് എന്തായാലും എക്സിക്യൂട്ട് ചെയ്തേ പറ്റുന്നു. അപ്പം അത്തരം പ്രൊജക്റ്റുകൾ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രൊജക്റ്റുകൾ ബജറ്റ് ഒരു കൺസ്ട്രെയിൻ ആകാതെ, ഐ മീൻ നമ്മളെ സംബന്ധിച്ച് ടെക്നീഷ്യൻസിന് ബജറ്റ് വലിയൊരു കൺസ്ട്രെയിൻ ആകാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. 2-3 പ്രൊജക്റ്റ് വേറെയും ഉണ്ട്. തവളയുടെ റിലീസായില്ല, ഒന്നും പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അതെല്ലാം തന്നെ ഇതുപോലെ വളരെ മിനിമൽ ബജറ്റിൽ ചെയ്ത സിനിമകളാണ്. ഈ മിനിമലിൽ ചെയ്യുമ്പോഴാണോ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? നമ്മൾ നമ്മളുടെ ഒരു മാക്സിമം റിസോഴ്സസ് ഒരുപാട് ഇല്ലാതിരിക്കുമ്പോഴാണല്ലേ കുറെ കൂടെ. നമ്മൾ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആവുമല്ലോ. കാരണം ഒരു കംഫർട്ടബിൾ സോൺ വിട്ടിട്ടാണോ നമ്മൾ പടം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓൾട്ടർനേറ്റീവ് പിടിക്കാൻ വേണ്ടി നോക്കും. അതിന് കുറെ കൂടെ ഒരു സീറോ ബജറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അത്തരം റിസോഴ്സാണല്ലോ നമ്മൾ പിന്നെ അട്രാക്ട് ചെയ്യുക. അത് ഇച്ചിരി ചലഞ്ചിങ്ങുമാണ്, രസകരമാണത്. ഇപ്പോൾ ലൂക്കയിലൊക്കെ നമ്മളത് ചെയ്തു. ലൂക്കയിൽ നമ്മളൊരു പ്രോപ്പർട്ടി പോലും പർച്ചേസ് ചെയ്യുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്തിട്ടില്ല. അത് മുഴുവൻ ഇയാളൊരു യുണീക്ക് സ്റ്റൈൽ ഓഫ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുഴുവനും നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് മുഴുവൻ നമ്മൾ പോയ സ്ക്രാപ്പ് യാർഡിൽ പോവുകയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ സ്റ്റുഡിയോയിൽ യൂസ്ഡ് മെറ്റീരിയൽസ് എടുക്കുകയും ഇതെല്ലാം നമ്മുടെ പിള്ളേരുടേതായിട്ടുള്ള രീതിയിൽ അപ്സൈക്കിൾ ചെയ്തിട്ടും ഓൾട്ടർ ചെയ്തിട്ടുമാണ് പ്രോപ്സ് എല്ലാം ഉണ്ടാക്കിയത്. ഈവൻ യൂട്ടിലിറ്റീസ്, ഫർണിച്ചേഴ്സ് അടക്കം ഉണ്ടാക്കിയത്. അപ്പം
go with being unique, go with something unique is always challenging. അതിന് റിസൾട്ടും അത് തന്നെ. റിസൾട്ടും ബാക്കിയുള്ള സിനിമകളെ പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണ എക്സിക്യൂഷൻ സ്റ്റൈലിൽ നിന്ന് മാറി നമ്മൾ ഇത്തിരി മാറി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ് വരുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര സർപ്രൈസിംഗ്ലി ക്ലിയറിനാവും. ഈ ലൂക്ക ആണെന്ന് തോന്നുന്നു കുറെ കൂടെ പേഴ്സണൽ ലൈഫായിട്ട് കുറച്ച് റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയും ക്യാരക്ടറും. ഒരു പെയിന്റർ എന്നതിൽ നിന്ന് ഒരു മാറ്റി ചിന്തിക്കാൻ പറഞ്ഞത് അനീസയ്ക്കാണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് പേഴ്സണൽ ലൈഫായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നോ? നോ, ആക്ച്വലി ഇപ്പം ഇതിൻ്റെ ഒരു ബിഗിനിങ് ലെവലിൽ ഇപ്പം സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് ഇത് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് സ്പേസിൻ്റെ ഒരു ലാംഗ്വേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണ നോർമൽ ആർട്ടിസ്റ്റ് എന്നതിൻ്റെ അപ്പുറത്ത്, നോർമൽ ആർട്ടിസ്റ്റ് ഇൻ ദി സെൻസ് ഇപ്പം നമ്മളൊരു സിനിമാറ്റിക്കലി ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്യാൻവാസും ഒരു ഈസലും പെയിൻറ്റും ബ്രഷും ഇതാണല്ലോ. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ചോദ്യം. സോ I was exploring this junk art and everything ആ സമയത്ത്. നമ്മൾ തിയേറ്ററിൽ നിന്നൊക്കെ ഈ പണി തുടങ്ങിയത് കൊണ്ടുള്ളൊരു ഗുണം കൂടെ ആയിരിക്കണം. നമ്മൾ പിള്ളേരുടെ ഷോർട്ട് ഫിലിം, നമ്മളെ തന്നെ സുഹൃത്തുക്കളുടെ ഷോർട്ട് ഫിലിം ചെയ്യാൻ ബഡ്ജറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൈലബിൾ റിസോഴ്സ് വെച്ച് ചെയ്തതുകൊണ്ടും അതിൽ നമുക്കൊരു ആനന്ദം ഉള്ളത് കൊണ്ടും ആയിരുന്നു ലൂക്കയുടെ ഡയറക്ടർ അടുത്ത് നമ്മൾ പറഞ്ഞ ഈ ആളൊരു ജങ്ക് ആർട്ടിസ്റ്റ് ആക്കാം. ഒരു ട്രാഷ് ടു ട്രഷർ പെർസ്പെക്റ്റീവിൽ ഒരു അപ്സൈക്കിൾ ഫിലോസഫിയൊക്കെ പിടിച്ച് മുന്നോട്ട് പോകുന്നൊരു മനുഷ്യൻ അങ്ങനെ പോരെന്ന് ചോദിച്ചപ്പോൾ ഓൾറെഡി വി ഹാവ് എ മോഡൽ. ചാർലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചാർലി എന്ന സിനിമയിൽ ബേസിക്കലി ചാർലി ചെയ്തു വെച്ച ആർട്ടുകളാണ് കാണിക്കുന്നത്, ചാർലി ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചോദ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ദ വേ ഹി എക്സ്പ്ലോർസ് ജങ്ക് അത് കാണിക്കാം. ചാർലിയിലുള്ളത് മുഴുവൻ റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പുള്ളി ചെയ്ത് വെച്ചത് എക്സിബിറ്റ് ചെയ്തതും അല്ലെങ്കിൽ അടുക്കി വെച്ചതും ഒക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു പ്രോസസ് ഏരിയ ഇല്ല അവിടെ. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ലിവ്ഡ് ഇൻ ഏരിയ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് നമ്മൾ ലൂക്കയുടെ ഒരു വീട് തന്നെ അവിടെ സ്റ്റുഡിയോ ആക്കി കളയാം എന്ന് തീരുമാനിച്ചത്. പിന്നീട് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയത് ലൂക്കയിലാണെങ്കിൽ പോലും പിന്നീട് നമ്മളുടെ ഒരു ഡിസൈനിങ് പെർസ്പെക്റ്റീവ് തന്നെ മാറ്റാൻ പറ്റിയത് കാരണം നമ്മളുടെ ഒരു ഫോർ എക്സാമ്പിൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രീൻ ഫിലിം മേക്കിംഗ്, കുറേ കൂടെ ലാൻഡ് ഫില്ലിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള മൂവ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം. അപ്പാർട്ട് ഫ്രം ദ സെറ്റ്സ്, സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയിലെ സെറ്റ് എങ്ങനെയാണെന്നോ സിനിമ എങ്ങനെ വർക്കാവുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആനന്ദം ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഇതായിരിക്കും, ദ വേ വി അപ്രോച്ച് തിങ്സ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ സ്ക്രാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹ്യൂജ് സെറ്റ് വരെ പണിതിട്ടുണ്ടായിരുന്നു. എന്ന് സ്വന്തം പുണ്യാളെല്ലാം പള്ളി നമ്മൾ ആ സ്ക്രാപ്പ് ഉപയോഗിച്ചാണ് പണിതത്. അതുപോലെ ഐഡൻറ്റിറ്റിക്കകത്തും ഏതൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെവർ വി ക്യാൻ കളക്ട് സ്ക്രാപ്സ്, അതിൻ്റെ മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽസ് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു പുതിയ കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാതെ, കുറേ പുതിയൊരു വേസ്റ്റ് ഉണ്ടാക്കാതെ ഓൾറെഡി ഉള്ളത് വെച്ചിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് പോവുകയാണ്. എനിക്ക് കുറേ കൂടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ അതിനൊരു അവയർനെസ് ഉണ്ടാക്കുകയും സിംപ്ലി സെറ്റ് ഉണ്ടാക്കിയിട്ട് പൊളിച്ച് കളയുന്നതിന് പകരം ഡീ അസംബിൾഡ് പെർസ്പെക്റ്റീവിൽ സെറ്റുകൾ ഉണ്ടാക്കുകയും ഒരു സെറ്റ് തന്നെ വേറെ സിനിമയുടെ സെറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിലൊരു ഐഡിയ. അതിപ്പം നമ്മൾ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കോർഡിനേഷൻ വേണം ഇതിൻ്റെ അപ്പുറത്തേക്ക്. ഇപ്പം നമ്മൾ സിംപ്ലി ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ഒരു പ്രൊഡ്യൂസറെയും വേറൊരു പ്രൊഡ്യൂസറെയും അല്ലെങ്കിൽ 2 പ്രൊഡക്ഷൻ കമ്പനീനെയൊക്കെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. ഇച്ചിരി ടാസ്ക് ആണെങ്കിലും അത് വേണമെന്ന് തോന്നി എനിക്ക് കുറേ കൂടെ ഫോർ എ ബെറ്റർ ടുമോറോ, ബിക്കോസ് വി ആർ മേക്കിംഗ് ദാറ്റ് മച്ച് ലാൻഡ് ഫില്ലിങ്സ്. ഒരു സിനിമ കഴിയുമ്പോൾ അത്രയധികം ലാൻഡ് ഫില്ലിങ് ഉണ്ടാകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് വുഡാണെങ്കിലും സ്റ്റീലാണെങ്കിലും അയൺ ആണെങ്കിലും പ്ലാസ്റ്റിക്, റബ്ബർ, വാട്ട് എവർ. അപ്പോൾ അത് കുറേ കൂടെ
ഒരു സ്റ്റൈൽ ബുക്ക് ഒക്കെ പോലെ ഇപ്പോൾ ചാനലിനും മീഡിയക്കൊക്കെ ഉണ്ടാകുന്ന സ്റ്റൈൽ ബുക്ക് ഉണ്ടല്ലോ, അതുപോലെ ഒരു സ്റ്റൈൽ ബുക്ക് നമുക്ക് ഉണ്ടാക്കുകയും കുറെ കൂടെ ഒരു സെറ്റ് എങ്ങനെ അസംബിൾഡ് അല്ലെങ്കിൽ അസംബ്ലിങ് പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.